ബിഗ് ബോസ് സാമ്രാജ്യത്തിലെ പുതിയ രാജാവ് ജിൻഡോ രാജാവിൻ്റെ ഭരണപരിഷ്കാരങ്ങൾ 5 നിയമങ്ങളാണല്ലോ വേണ്ടത്. ഒന്നാമത്തെ നിയമം എന്താണെന്ന് വെച്ചാൽ ആരും ചെങ്കോലിനും താക്കോലിനും വേണ്ടിയിട്ട് വഴക്കുണ്ടാക്കണ്ട. ഒരു മത്സരം വെച്ചിട്ട് അതിൽ വിജയിക്കുന്ന ആൾക്ക് രാജാവ് തന്നെ ചെങ്കോലും കിരീടവും അടുത്ത അനന്തരാവകാശി ആരാന്ന് രാജാവ് തന്നെ മത്സരത്തിൽ കൂടെ തീരുമാനിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. രാജാവിന് വയ്യാതെയാകുന്നു, ശരശയിലോട്ട് പോവുകയാണ് ജിൻഡോ രാജാവ്, അതുകൊണ്ട് തരുന്നതാണെന്ന് പറഞ്ഞു. രണ്ടാമത്തത് എല്ലാവരുടെയും കയ്യിൽ ബോട്ടിലുണ്ടായിരിക്കണം. രാജാവ് പറയുമ്പോൾ വെള്ളം കുടിക്കണം. രാജ്യത്ത് മുഴുവൻ രോഗങ്ങളായതുകൊണ്ട് വെള്ളം കുടിക്കാത്തതിൻ്റെ കുറവ് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് രാജാവ് ഇങ്ങനൊരു നിയമം വെക്കുന്നതെന്ന് പറഞ്ഞു. മൂന്നാമത് ജിൻഡോ രാജാവ് പറഞ്ഞത് ഒരാളോട് സംസാരിക്കുന്നതിന് മുമ്പ് പോയിട്ട് അയാൾ ഹഗ് ചെയ്യുക. ഹഗ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ ഷേക്ക് ഹാൻഡ് കൊടുക്കുക, മാക്സിമം ഹഗ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, അങ്ങനെ സ്നേഹത്തോടു കൂടി സംസാരിക്കാൻ പറഞ്ഞു. നാലാമത്തെ കാര്യം, ആരും കള്ളം പറയരുത്. ബിഗ് ബോസ് സാമ്രാജ്യത്തിൽ ആരും കള്ളം പറയാതെ സത്യം മാത്രം പറയണമെന്നും പറഞ്ഞു. അഞ്ചാമത്തെ നിയമം, രാജാവിൻ്റെ അടുത്ത് നിന്ന് ഒരു 10 അടി മാറിയിട്ട് വേണം എല്ലാവരും സഞ്ചരിക്കാനെന്നും പറഞ്ഞു കേട്ടോ. നല്ല കുറേ നിയമങ്ങളായിട്ട് തോന്നി. അത് കേട്ട പാടി അഭിഷേകും ഋഷിയും ഒക്കെ ഹഗ് ചെയ്തിട്ട് സംസാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പോയിട്ട് സിജോനെ ഹഗ് ചെയ്തിട്ട് ഋഷി സംസാരിക്കുന്നുണ്ട്. പിന്നെ ഒരു പാവ രാജാവാണ്, രാജാവിന് വയ്യ. സത്യം പറഞ്ഞാൽ ജിൻഡോയ്ക്ക് കുറച്ച് ശാരീരിക പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് ചെറിയ നിയമങ്ങൾ വെച്ചത്. മത്സരങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ് രാജാവിൻ്റെ നേതൃത്വത്തിൽ. അപ്പോൾ വിജയിക്കുന്ന വ്യക്തിക്ക് രാജാവ് സ്ഥാനം കൈമാറും. അപ്പോൾ അടുത്ത രാജാവാൻ പോകുന്നത്, രാജാവല്ല രാജ്ഞിയാവാൻ പോകുന്നത് ജാസ്മിനാണ്. അവിടെ വഴക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ലൈവ് അപ്ഡേറ്റ്സ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ ഫ്രം വർഷ.